ഈ ലൊക്കേഷനിൽ ഇരിക്കുന്ന സമയത്ത്, വെറുതെ ഇരിക്കുന്ന സമയത്തിൽ, അന്ന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്തിൽ എന്തെങ്കിലും ഒരു സംസാരത്തിൽ ഇഷ്ടപ്പെടാതെയും ഇഷ്ടപ്പെട്ടതായ രണ്ട് ആളുടെ പേര് പറയൂ. ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഇഷ്ടപ്പെട്ടത് എല്ലാരും. അല്ല, ഞങ്ങൾ ആക്ച്വലി ബിഗ് ബോസ് ടാസ്ക് അല്ല, ഇഷ്ടപ്പെടാത്ത ആരുമില്ല ആക്ച്വലി. ഞങ്ങള് വെറുതെ ഇരിക്കുമ്പോ യൂനോ കളിക്കുക, എക്സ്പ്ലോഡിംഗ് കിറ്റൻസ് എന്ന് പറഞ്ഞൊരു കാർഡ് ഗെയിം ഉണ്ട്, അത് കളിക്കുക. അതില് കളിക്കുക. പിന്നെ നമ്മുടെ ബോട്ടിൽ ഗെയിം ഉണ്ടായിരുന്നില്ലേ, മറ്റേ ബോട്ടിൽ കളിച്ചത്, അത് അടിപൊളിയായിരുന്നല്ലേ. ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച പുതിയൊരു ഗെയിമാണ്. പുതിയ ഗെയിം. ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് ക്യാച്ച് ചെയ്യാൻ പറയാ. അങ്ങനത്തെ ഇതിലൊക്കെ രസമുള്ള പരിപാടി ചെയ്യാ. ആ സമയത്ത് കുറച്ച് അടി ഉണ്ടാക്കുക. കഴിഞ്ഞ ഇന്റർവ്യൂല് 2 ഗ്രൂപ്പ് ആക്കിയായിരുന്നു. അപ്പോഴും നല്ല അടിയായിരുന്നു. ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് തിരിച്ചായിരുന്നല്ലേ. നമുക്ക് ഒരുമിച്ചിരുന്ന് അടി ഉണ്ടാക്കണ ഏറ്റവും ഇഷ്ടം. അച്ചു അല്ല അല്ല, ഒരുമിച്ചിരുന്ന് അടി ഉണ്ടാക്കണല്ലേ. ഗ്രൂപ്പ് ഇരുന്ന് അടി ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമായിരിക്കണം. അല്ല, രണ്ട് ഗ്രൂപ്പായിട്ട് ഓ, അത് കയറി പിടിച്ചല്ലേ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഒരുമിച്ച് തന്നെയല്ലോ. 2 ഗ്രൂപ്പ്. ഓ, മറന്നു. 2 ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ. ആദ്യം പ്രണയം. എല്ലാരും ചിരിക്കണ്ടാവും ചോദിച്ചപ്പോ. അല്ല, അത് അങ്ങനെയൊന്നും ഇല്ല എന്ന് ഇവർക്കൊക്കെ അറിയാവുന്നതാണ് അവർ ചിരിച്ചത്. അവർക്ക് ആർക്കും അറിയില്ല അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ. എനിക്കറിയാം അങ്ങനെ ഒന്നുമില്ല. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ എനിക്ക് സംഘ് കുറെ കാര്യങ്ങൾ പറയും, വിശ്വസിക്കണം, അവനില്ല, മനസ്സിലാക്കുന്നത്. ഞാൻ വിശ്വസിച്ചത്. എന്റെ അവസ്ഥ ഇല്ല, ഭയങ്കര അവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ. ഞങ്ങളൊക്കെ ഇല്ല. അതെ, പ്രണയം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ. സംഗീതനോട് എനിക്ക് പ്രണയമുണ്ട്. അത് സൗഹൃദത്തില് പ്രണയം ഇല്ലേ? ഇല്ല, അല്ല ഉണ്ട്. സൗഹൃദം പ്രണയ രീതിക്കാണല്ലോ. സുഹൃത്തിനോടുള്ള ഇഷ്ടം, സ്നേഹം. അല്ല, അങ്ങനെയല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക്. അത് ഇല്ലാത്തതിന്റെ വിഷമമൊന്നും ഇല്ല എനിക്ക്. പോയിട്ട് വരാം നടക്കട്ടെ എന്നൊക്കെ. ഇതുവരെ അങ്ങനെ ഇല്ലാത്തതിന്റെ വിഷമമൊന്നും പങ്കുവെച്ചിട്ടില്ല അല്ലെ? പങ്കുവെച്ചിട്ടുണ്ട്, പക്ഷെ അതിങ്ങനെ നിലനിന്ന് പോവാറില്ല. 1 ദിവസം 2 ദിവസം ചുമ്മാ ഒക്കെ പറയാം, അത്രേ ഉള്ളൂ. ഇത്രയും ചങ്ക് കൂട്ടുകാരനായിട്ട് ഒരു പ്രണയം ഒപ്പിച്ചു കൊടുക്കായിരുന്നു. അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം. എന്നിട്ടും രക്ഷയില്ല. രക്ഷയില്ലാന്നുള്ളതല്ല, ഇതിപ്പോ എന്റെ കുഴപ്പം പോലെ എല്ലാം ഒത്തു വരണമല്ലോ, അതുകൊണ്ടാ. എന്തോ എന്റെ കുഴപ്പം പോലെ ആയാലോ. അവനൊരു കുഴപ്പമില്ല. അങ്ങനെ അതൊരു തീരുമാനാക്കി. പെട്ടെന്ന് അവനൊരു കുഴപ്പമില്ല. അല്ല, കഴിഞ്ഞില്ലെന്ന് പ്രണയം വിട്ടയാൻ. ഈ വാലന്റൈൻസ് ഡേക്ക് ആർക്കാണ് ആദ്യമായിട്ട് പൂ എന്തെങ്കിലും കൊടുത്തത്? അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ? ഇല്ല, ആർക്കും കൊടുത്തിട്ടില്ല. ഇല്ല. ടീച്ചേഴ്സ് ഡേക്ക് കൊടുത്തിട്ടുണ്ട്. ടീച്ചർമാർ നമ്മള് ക്ലാസ്സില് എല്ലാവരും ക്രിസ്മസിന് കൊടുക്കൂലേ മറ്റേ പൂ കൊടുക്കില്ലല്ലോ. അമ്മയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ ടീച്ചേഴ്സ് ഡേക്ക് സത്യമായിട്ട് വാലന്റൈൻസ് ആർക്കും ഞാൻ എല്ലാവരോടും പറയാനുള്ള പറയുന്നു, ഇതൊക്കെ സത്യമാണ്, അല്ലാതെ ഒരു വിനയോ അല്ലാതെ ഒളിപ്പിച്ചേക്കലോ ഒന്നുമല്ല. ഉണ്ടെങ്കിൽ അവൻ അഭിമാനത്തോടെ പറഞ്ഞു. അഭിമാനത്തോടുകൂടി പറഞ്ഞാണ്. നിങ്ങളുടെ ഒരു അങ്ങനെ എന്തെങ്കിലും പരിപാടി, ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ. അല്ല, കാരണം എല്ലാ ചാനലിലും ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഇങ്ങനത്തെ സാധനം വരും. ഞാൻ പറയില്ല, എല്ലാരും ഒരുമിച്ച് പ്രസ് മീറ്റ്. അപ്പൊ ഇതിന്റെ സക്സസോടുകൂടി അതും നടക്കട്ടെ. പ്രസ് മീറ്റിൽ അത് പറയാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. എന്നെ എല്ലാരും എപ്പോഴും നടക്കുന്നില്ല, എന്നിട്ടും അല്ലേ വൈകാതെ നടക്കും. അതെ, ഉറപ്പിച്ചു. സമയമാകുമ്പോ നടക്കും. അതത്രേ ഉള്ളൂ. നടന്നില്ലേലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല.
ഈ നിങ്ങളുടെ ഗ്യാങ്ങിൽ മൂന്നാമത്തെ സിനിമയാണല്ലോ, അവരുടെ കൂടെ മൂന്നാമത്തെ സിനിമ. അങ്ങനെ ഗ്യാങ് ഒന്നും സുഹൃത്തുവലയത്തിന്റെ കാര്യം, മൂന്നാമത്തെ സിനിമയിലും എത്തിയിരിക്കുകയാണ്. അതൊരു ഭാഗ്യമാണല്ലേ? അതെ അതെ, ഡെഫിനറ്റ്ലി അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഇപ്പൊ ADJ എനിക്ക് തോന്നണം എന്നെ വെച്ച് ഞാൻ പുള്ളി ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചൊന്നുമല്ല. അങ്ങനെ 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 ഒരു കഥയും ഉണ്ടാക്കിയതല്ല. പുള്ളിക്ക് തോന്നിയ ഒരു തോട്ട് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു, അതിന്റെ പാട്ടാവും, അങ്ങനെ നടന്നു പോകുന്ന. അല്ലാണ്ട് എല്ലാ സിനിമയിലും മാത്യു വേണം എന്നോ അങ്ങനത്തെ വാശിയോ പരിപാടികളൊന്നുമില്ല. പക്ഷെ അങ്ങനെ പരിചയമുള്ളവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് ഉണ്ട്. ഇപ്പൊ എനിക്ക് സാധാരണ നമ്മളൊരു സെറ്റ് പോയാൽ നമ്മളൊന്ന് ഒരു എന്താ പറയാ നമ്മളൊരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇതെനിക്കിപ്പോ വീട്ടിൽ നടക്കുന്ന പോലെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് അലമ്പ് കാണിക്കാം. എനിക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡം ഉള്ളൊരു സെറ്റായിരുന്നു. അതൊക്കെ ഭയങ്കര രസം. നമ്മൾ ഭയങ്കര ഈസിയാണ്. വേറെ തോട്ടുകളൊന്നുമില്ല. പെർഫോം ചെയ്യുമ്പോഴൊന്നും വേറെ എന്താ പറയണത് നമ്മളതിനെ പറ്റി ഇൻഹിബിഷൻ ഒന്നുമില്ല, ഒരു ഇൻഹിബിഷനും ഇല്ല. അപ്പൊ ADJയുടെ അടുത്താണെങ്കിൽ പോലും നേരെ പോയി ചോദിക്കാം, ഇത് ഇങ്ങനെ ചെയ്തോട്ടെ ADJ. അപ്പൊ ADJ പറയും വേണ്ട, എന്നാ വേണ്ട എന്ന് പറയും. അപ്പൊ അത് അങ്ങനത്തെ ഒക്കെ ഫ്രീഡം ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി. അച്ഛൻ മമ്മൂക്കാട് കൂടെ അഭിനയിക്കുന്നു, ഈ പറയുന്ന ഇവരൊക്കെ ആയിട്ട് കൂടെ അഭിനയിക്കുന്നു. പലതും പല രീതിക്കാണല്ലോ. അല്ല അല്ല, ഞാൻ അച്ഛലേക്ക് വന്ന ചോദ്യത്തിലേക്ക് കൂടെ പോകാം. നമുക്ക് വെറുതെ ഇങ്ങോട്ട് വിടുകയല്ലേ ഇങ്ങനെ. അല്ല, ഞാൻ പറഞ്ഞ അല്ല, മമ്മൂക്കാട് കൂടെ അഭിനയിക്കും, പിന്നെ ഇവരുമായിട്ട് കൂടുന്നു. ആ കൂട്ടങ്ങളും പല വ്യത്യാസമാണ്, ഓരോ ആളുകളും വ്യത്യാസമാണ്. നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും ലൊക്കേഷൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളുകൾ കുറേ പേരുണ്ടാവും. ഇങ്ങനെ ഈ ഗ്യാങ്ങിലൊക്കെ ഒരേ വയസ്സും പ്രായമുള്ള ഗ്യാങ്ങിൽ വരുമ്പോൾ എങ്ങനെയാണ് ആ വൈബ് ഉണ്ടാവുന്നത്? ആദ്യം ഇവര് ഓൾറെഡി എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരായിരുന്നു. ലൊക്കേഷനിൽ വരുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് ഒന്ന് മിങ്കിളെ വരാൻ കുറച്ച് സമയം എടുത്തായിരുന്നു. പക്ഷെ മിങ്കിളതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ അവസ്ഥ തന്നെയായിരുന്നു. എന്തും ADJ ഒരു ദിവസം പറഞ്ഞു, എന്ത് നീ ഇതല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെയാണ്, മറ്റേതാണ് ഞാൻ ഇങ്ങനെയാണ്, നീ ഇങ്ങനെയല്ല, നീ ഫേക്ക് ചെയ്യണേ. ഞാൻ ഫേക്ക് ചെയ്യണല്ലേ ADJ, നീ ഇതല്ല എന്ന് പോയി. പിന്നെ ക്യാരനൊക്കെ തുറന്ന് ഞാൻ ഏറ്റെടുത്ത് പരിപാടി. ഇനി ഇപ്പം സംസാരിച്ചില്ലെങ്കിൽ ഇനി സംഭവം സെറ്റാവില്ല വെച്ചിട്ട് ഗെയിം കളിയൊക്കെ തുടങ്ങി, ഷെഡ്യൂളായി. പിന്നെ അറിയാണ്ടോ എല്ലാവരും നല്ല സിങ്കായി തുടങ്ങി. കാരണം ഒരു 10 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറ്റിയ ആൾക്കാരായിട്ട് സിങ്കാവും, പറ്റാത്ത ആൾക്കാരായിട്ട് പതുക്കെ അവോയ്ഡ് ചെയ്ത് നമ്മൾ തന്നെ പോകുന്നുണ്ടോണെങ്കിൽ. പക്ഷെ ഇതെല്ലാം ഓക്കെ ആയിരുന്നു, നമുക്ക് സെറ്റായിരുന്നു, എല്ലാവരോടും മിങ്കിളായി. പിന്നെ എന്നെ ADJ കാണുമ്പോൾ ഞാൻ വേറെ ഒരാളാണ്, ശരിക്കുള്ള ഞാനാണ്. അപ്പോൾ ADJ ഞാൻ പറഞ്ഞു, ADJ ഇപ്പം ഞാൻ ഓക്കെ അല്ലേ. അപ്പോൾ അതാണ്, കുറച്ച് സമയം എടുക്കും. ഒറ്റയടിക്ക് എനിക്ക് ചാടി കയറി സംസാരിച്ചാൽ അവിടെ ചിലപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ലല്ലോ മറ്റുള്ള. അപ്പോൾ അത് ഒരു സ്പേസ് ആദ്യമേ ഉണ്ടാക്കണേക്കാട്ട് മുമ്പ് നമുക്ക് പറ്റിയ ആളാണെന്ന് അറിയണം, കാര്യങ്ങളൊക്കെ സംസാരിക്കണം, ഓപ്പൺ അപ്പ് ചെയ്യണം. പിന്നെ അത് വർക്കാവെങ്കിൽ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ പരിചയമുള്ളവരുടെ പോലെ ഹായ് ബൈ പറയും പോവാം. അത് ആ ഒരു തീരുമാനം. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പണി കിട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്ക് ഇങ്ങനെ താത്വികമായിട്ട് ചിന്തിച്ചൊന്നും പോയി സംസാരിക്കാൻ അത്രയും ബുദ്ധിയൊന്നും ഇല്ല എനിക്ക്. കുറെ പണി കിട്ടി, കുറെ നല്ല കൂട്ടുകാരില്ലാതായപ്പോഴൊക്കെയാണ് ശേഷം പതുക്കെ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ ഒരു സ്പേസും പരിപാടിയൊക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ നമുക്ക് പറ്റില്ലെങ്കിൽ നമുക്ക് കൂടെ നിൽക്കാനും കൂടെ നിർത്താനും പറ്റില്ല. ഇതിപ്പോ അടിപൊളിയായിരുന്നു, പീസ്ഫുൾ ആയിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.